ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോസിക്കേൻ്റെ സ്കിൻ ലൈറ്റനിങ് ഫേസ് ക്രീം വിത്ത് സാൻഡൽവുഡ് എന്ന് പറയുന്ന ക്രീമിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ നമുക്കറിയാം കോസിക്കെയറിൻ്റെ ബ്രാൻഡിൻ്റെ ഒരുപാട് നല്ല പ്രോഡക്ട്സ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ കോസിക്കേൻ്റെ തന്നെ സ്കിൻ ലൈറ്റനിങ് വിത്ത് ടർമറിക്കിൻ്റെയും അതുപോലെ തന്നെ സ്കിൻ ലൈറ്റനിങ് ക്രീമിൻ്റെയും അതുപോലെ കോജിക് ആസിഡിൻ്റെയൊക്കെ ക്രീമിൻ്റെ റിവ്യൂസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ ഇന്ന് റിവ്യൂ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിവ്യൂ പറയുന്നത് ഈ സ്കിൻ ലൈറ്റനിങ് ഫേസ് ക്രീം വിത്ത് റിയൽ സാൻഡൽവുഡ് എന്ന് പറയുന്ന ക്രീമിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ പാക്കേജിങ്ങിലും ഇന്നർ പാക്കേജിങ്ങിലും ആ ഒരു ഡീറ്റെയിൽ ആയിട്ട് കാര്യമെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്രീമിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂസ് വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിൻ്റെ പേര് കമൻറ്റിൽ മെൻഷൻ ചെയ്താൽ ഞാൻ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് മറ്റ് ക്രീമുകളെ പോലെ തന്നെ അത് കോസിക്കെയറിൻ്റെ മറ്റ് സ്കിൻ വൈറ്റനിങ് ക്രീംസിനെ പോലെ സ്കിൻ ലൈറ്റനിങ് ക്രീംസിനെ പോലെ തന്നെ ഒരു ട്യൂബ് പാക്കേജിങ്ങിലാണ് ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വിത്ത് റിയൽ സാൻഡൽവുഡ് ആണ്. ഇതിൻ്റെ പാക്കേജിങ്ങിൽ അവർ മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങൾ ഫോർ ബ്രൈറ്റനിങ് ആൻഡ് ലൈറ്റനിങ് സ്കിൻ, നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനും ലൈറ്റൻ ചെയ്യാനും ഇത് യൂസ് ചെയ്യാം. ഹെൽപ്പ് റെഡ്യൂസ് ഡാർക്ക് സ്പോട്ട് ആൻഡ് അൺഈവൻ സ്കിൻ ടോൺ, ഡാർക്ക് സ്പോട്ട് ഇല്ലാതാക്കാനും അൺഈവൻ സ്കിൻ ടോൺ മാറ്റാനും ഇത് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. ദെൻ പ്രൊവൈഡ് ഡീപ്പ് മോയ്സ്ചറൈസേഷൻ ടു കോംബാറ്റ് ഡ്രൈനെസ് മാറ്റിയിട്ട് നല്ലൊരു രീതിയിലുള്ള ഒരു മോയ്സ്ചറൈസേഷൻ നമ്മുടെ ഫേസിൽ തരുമെന്നും പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്തടങ്ങിയ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനകത്തടങ്ങിയിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റിൽ പ്രധാനപ്പെട്ടത് കോജിക് ആസിഡും ആൻഡ് ആൽഫ ആർബ്യൂട്ടിനാണ്. കോജിക് ആസിഡും ആൽഫ ആർബ്യൂട്ടിനും ഉണ്ട്. ഇത് ലൈറ്റ് ആൻഡ് ഡാർക്ക് സ്പോട്ട്സ് ആൻഡ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ടിനെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനെയും ലൈറ്റും ചെയ്യുന്നത് പറയുന്നുണ്ട്. ദെൻ സാൻഡൽവുഡ് ആണ്, ആൻറ്റി ഏജിങ് ആണ് ആൻഡ് റെഡ്യൂസ് ആക്നീസും അതായത് മുഖക്കുരും അതിൻ്റെ പാടുകളെയും പിന്നെ നമുക്ക് ഏജ് ആകുമ്പോൾ വരുന്ന പ്രശ്നങ്ങളെല്ലാം മാറ്റുമെന്ന് പറയുന്നുണ്ട്. ദെൻ ആൽഫ ആർബ്യൂട്ടിൻ ആണ്, റെഡ്യൂസ് ഏജ് സ്പോട്ട്സ് ആക്നി സ്കാർസ്. ആൽഫ ആർബ്യൂട്ടിൻ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഏജിങ് കൊണ്ടുള്ള ഏജ് സ്പോട്ടുകൾ ഇല്ലാതാക്കുകയും ബ്ലെമിഷസൊക്കെ വന്നു പോയതിന് ശേഷം നമ്മുടെ ഫേസിലുണ്ടാകുന്ന റെഡ്നെസ്സും അതുപോലെ ആക്നി സ്കാർസൊക്കെ മാറ്റാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ക്രീംസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സിൽ ഒന്നാമത്തത് ഇംപ്രൂവ് സ്കിൻ ടെക്സ്ചർ ആൻഡ് പ്രിവെൻറ്റ് സൺ ഡാമേജും പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ റെഡ്യൂസ് ഡാർക്ക് സ്പോട്ട്സ് ആൻഡ് അൺഈവൻ സ്കിൻ ടോൺ, ഡാർക്ക് സ്പോട്ടും അൺഈവൻ സ്കിൻ ടോണൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എൻഹാൻസ് സ്കിന്നിൻ്റെ ഗ്ലോ എൻഹാൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ദെൻ ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് ക്രീമുകളായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്യൂട്ടബിൾ ഫോർ സെൻസിറ്റീവ് സ്കിൻ, ഇത് സെൻസിറ്റീവ് സ്കിന്നിനെ സ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കോസിക്കെയർ സ്കിൻ ലൈറ്റനിങ് ക്രീം വിത്ത് സാൻഡൽവുഡ് എന്ന് പറയുന്ന ഈ ഒരു ക്രീം സ്യൂട്ടബിൾ ഫോർ സെൻസിറ്റീവ് സ്കിൻ, ഇത് സെൻസിറ്റീവ് സ്കിന്നിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ക്രീമാണിത്. അപ്പോൾ മറ്റ് സ്കിൻ ടൈപ്പുകളോട് ശ്രദ്ധിക്കുക. കോസിക്കെയറിൻ്റെ ചില പ്രോഡക്റ്റ്സ് അങ്ങനെ അല്ലായിരുന്നു, ചിലതിൽ ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് അവർ മെൻഷൻ ചെയ്തിരുന്നത്. എന്നാൽ ഈ സാൻഡൽവുഡ് ആഡ് ചെയ്ത് വരുന്ന ഈ ഒരു ക്രീം സെൻസിറ്റീവ് സ്കിന്നിന് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ മറ്റ് സ്കിൻ ടൈപ്പുകാർ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദെൻ ഫ്രം പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ദ സ്കിൻ സർഫേസ്, നമ്മൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ക്രീം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഫോം ചെയ്യുന്നുണ്ടും പറയുന്നുണ്ട്. നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഉപരിതലത്തിൽ അല്ല സർഫേസിൽ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഫോം ചെയ്യുന്നെന്നും പറയുന്നുണ്ട്. പിന്നെ നമ്മളിത് എങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, ഏതൊരു ക്രീം ആണെങ്കിലും സ്കിൻ വൈറ്റനിങ്ങിനാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്കിൻ ബ്രൈറ്റനിങ് ആണ് ഉദ്ദേശമെങ്കിലും ഇപ്പോൾ ആക്നീസ് റിഡക്ഷൻ ആണെങ്കിലും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നൈറ്റ് ടൈമിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനു മുമ്പ് പാച്ച് ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്യണം. എല്ലാ വീഡിയോയിലും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അപ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് നമ്മളെടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ജെൻറ്റിലായിട്ട് മസാജ് ചെയ്യാൻ പറയുന്നുണ്ട് ഫിംഗർ ടിപ്സ് ഉപയോഗിച്ച്. ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ആണെങ്കിൽ റെഗുലറായിട്ട് അപ്ലൈ ചെയ്യാനും പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ 15 ഗ്രാം പ്രോഡക്റ്റ് ആണ് കേട്ടോ, 15 ഗ്രാം പ്രോഡക്റ്റ് ആണ്. പിന്നെ ഇതിൻ്റെ വില ഒരു 200-ന് അകത്താണ്. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്, പിന്നെ കോസിക്കെയറിൻ്റെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും, ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കോസിക്കെയറിൻ്റെ ഒരു ക്രീം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ഒന്നാമത്തെ ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്നത് ബ്രൈറ്റനിങ് പവർ. ഇൻഫ്യൂസ്ഡ് വിത്ത് കോജിക് ആസിഡ്, ദിസ് ക്രീം എഫക്റ്റീവ്ലി റെഡ്യൂസ് ടാൻ ആൻഡ് പ്രൊമോട്ട് ദ റേഡിയൻ ഈവൻ ടോൺഡ് കോംപ്ലക്ഷൻ. കോജിക് ആസിഡും ഇൻഫ്യൂസായി വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ക്രീം നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ടാൻ മാറ്റുന്നതിനും നമ്മുടെ
സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്. ദെൻ മോയ്സ്ചറൈസിങ് ഫോർമുല ഐഡിയൽ ഫോർ ഡ്രൈ സ്കിൻ. ഇറ്റ്സ് ഹൈഡ്രേറ്റ് ഡീപ്ലി വൈൽ ലീവിങ് എ നോൺ ഗ്രീസി ഫിനിഷ്, പെർഫെക്റ്റ് ഫോർ ഡെയിലി യൂസ്. നമ്മുടെ സ്കിന്നെ എക്സ്ട്രീം ഡ്രൈ ആക്കാതെ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് തരുന്നെന്ന് പറയുന്നുണ്ട്. നോൺ ഗ്രീസി ആണ്, നല്ലൊരു ഫിനിഷിൽ പെർഫെക്റ്റ്, നമുക്ക് ഡെയിലി യൂസിന് പെർഫെക്റ്റ് ആവുന്ന രീതിയിൽ നമ്മുടെ സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ദെൻ ആൻറ്റി ഏജിങ് ബെനിഫിറ്റ് ആണ്. only does it brighten but also help combat signs of aging, ensuring your skin looks youthful and vibrant. നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യുക മാത്രമല്ല, നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ഏജിങ് കൊണ്ടുണ്ടാകുന്ന സ്പോട്ട്സൊക്കെ മാറ്റുന്നതിനും ഏജിങ് കൊണ്ടുള്ള സൈൻസ് മാറ്റുന്നതിനും ഹെൽപ്പ് ചെയ്ത് നമ്മുടെ സ്കിൻ നല്ല യൂത്ത്ഫുള്ളാക്കി വെക്കുമെന്ന് പറയുന്നുണ്ട്. ഗേൾസിനും ബോയ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ ലൈറ്റ് വെയ്റ്റ് ആൻഡ് പ്ലസൻറ്റ് സെൻറ്റ്. ഇറ്റ് ലൈറ്റ് വെയ്റ്റ് ടെക്സ്ചർ അബ്സോർവ് ക്വിക്കലി പ്രൊവൈഡിങ് ഇൻസ്റ്റൻറ്റ് മോയ്സ്ചർ വിത്ത് റിഫ്രഷിംഗ് ഫ്രേഗ്രൻസ്. ഹാർഡായിട്ടുള്ള സ്മെല്ലല്ല, ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ് ഇതിൽ ആഡ് ചെയ്യുന്നത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് സ്ട്രക്ചർ ആണെന്നും പറയുന്നുണ്ട്. ആ ഒരു ലൈറ്റ് വെയ്റ്റ് സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവാനും കഴിയുന്നുണ്ട്. ദെൻ ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത് ഡെയിലി ഡീറ്റൻ സൊല്യൂഷൻ എന്നാണ്. യൂസ് ഇറ്റ് എവറി ഡേ ആസ് പാർട്ട് ഓഫ് യുവർ സ്കിൻ കെയർ റൂട്ടീൻ ടു മെയിൻറ്റെയിൻ ടു ഹെൽത്തി ഗ്ലോ ആൻഡ് എലിമിനേറ്റ് ഡൾനെസ്. നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ്റെ ഒരു പാർട്ടായിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ടാൻസ് റിമൂവ് ചെയ്യാനും ഡൾനെസ് ഇല്ലാതാക്കാനും സ്കിന്ന് നല്ല ഹെൽത്തി ആൻഡ് ഗ്ലോ ആയിട്ട് വെക്കാനും ഹെൽപ്പ് ചെയ്യാനെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. മെയിനായിട്ട് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് സെൻസിറ്റീവ് സ്കിന്നിനാണ്. ഡ്രൈ സ്കിന്നിൻ്റെ കാര്യം ചെറിയ രീതിയിൽ പറയുന്നുണ്ട്. എന്നാൽ കൂടുതലും മെജോറിറ്റി ആയിട്ട് സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് സെൻസിറ്റീവ് ആണ്. അങ്ങനെയുള്ളവർ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.